ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ സ്വിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ്. ഓക്കെ, സ്വിംഗ് സ്റ്റോക്സ് നമ്മുടെ എപ്പോഴും ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആയിരിക്കും. നല്ല മൂവൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നല്ല മൂവ് എന്ന് വെച്ചാൽ സിംഗിൾ ഡേയിൽ 8 to 10% വരെ മൂവ് ചെയ്യാറുണ്ട്. അതാണ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒരു നല്ലൊരു മൂവ്സൊക്കെ യൂഷ്വലി അങ്ങനെയാണ്. ബാക്കി സ്വിംഗ് സ്റ്റോക്കാണ്. സോ സിംഗിൾ ഡേയിലല്ല, 1-2 ദിവസങ്ങളിൽ സഡൻ ഒരു മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. ഓക്കെ, സോ നമ്മളെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് ഇന്നത്തെ ആണ് നമ്മുടെ APL ലിമിറ്റഡ്. എലംബിക് ഫാർമ ആണ് അതിൻ്റെ ഒരു ശരിക്കും പേര്. എലംബിക് ഫാർമ സെക്ടറിലുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റ് ചെറുതായിട്ട് ഒരു താഴേക്ക് റിട്രേസ്മെൻറ്റ് കാണിക്കുന്നുണ്ടല്ലോ. സോ ഫാർമ സ്റ്റോക്കിൽ ബൈങ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റോക്ക് പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ലോജിക് ഉണ്ട്. ബാക്കി മാർക്കറ്റാണ് എന്ത് വഴി നടക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി സ്റ്റോക്കിൻ്റെ അനലൈസിസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, ഒരു ലോ ആൻഡ് ദെൻ വീണ്ടും ഒരു ഹൈ ജനറേറ്റ് ചെയ്തു. ചെറിയൊരു റിട്രേസ്മെൻറ്റ് ഇനി ഈ നെക്സ്റ്റ് ഹൈയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് സംഭവം. ഓക്കെ, നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നേരത്തെ ഒരു അടിച്ച ഹൈ. ഓക്കെ, സോ അവിടെ നിന്ന് വീണ്ടും ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്. സോ ചാൻസസ് കൂടുതലാണ് നെക്സ്റ്റ് ഇപ്പോൾ അടിച്ച ഹൈ ഇത് ഇവിടെ ഒരു ഇതിൻ്റെ അബവ് ആണ് ഇപ്പോൾ എക്സാക്ട് നിൽക്കുന്നു കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ പ്രൈസ് ഇപ്പോൾ ഈ ഒരു റെഡ് വിഗ് കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇതിൽ. ഞാനൊരു ബോക്സ് വരച്ച് കാണിച്ചു തരാം. ആ വിഗിൻ്റെ അബവ് ആണ് ശരിക്കും നമുക്ക് എൻട്രി എടുക്കേണ്ടത്. യെസ്, ഓക്കെ, സോ ഇതൊരു സെല്ലിംഗ് സോണാണെന്ന് പറയാം. ഓക്കെ, സെല്ലിംഗ് സോണാണ്. ബട്ട് കാരണം വിഗ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും സെല്ലിംഗ് പ്രഷൻ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ്. ഓക്കെ, ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ് അവിടെ നിന്ന്. ഈ വിഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഗിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഈ നമ്മുടെ കാരണം പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു, പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി, അത് സഡൻ ഒരു സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയി പ്രൈസ് താഴേക്ക് പോകും. പിന്നെയും ഇവിടെ കൺസോളിഡേഷൻ നടക്കുന്നു. എവിടെ നമ്മൾ നേരത്തെ ഒരു 8. സോ ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എൻട്രി ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. ബട്ട് ബെറ്റർ എൻട്രി 1285 തന്നെയാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് ഒരു 15 to 30 minutes 2 ക്യാൻഡിൽ ഹെൽത്തി ക്യാൻഡിൽ വിത്ത് വോല്യൂം സസ്റ്റെയിൻ ആവണം. ഓക്കെ, അതായി കഴിഞ്ഞാൽ ഇതിന് ഈസിലി നമുക്ക് എൻട്രി എടുക്കാം. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമ്മൾ ഫിബൊനാച്ചി വെച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ നോക്കാറുള്ളൂ. ഓക്കെ, ഫിബൊനാച്ചി ലേറ്റസ്റ്റ് ഹൈ ആൻഡ് ദ ലേറ്റസ്റ്റ് ലോ. ഓക്കെ, സോ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് 1440 ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. 1440. ഓക്കെ, 1440 ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. സോ നല്ലൊരു സ്റ്റോക്കാണ്. ബ്രേക്ക്ഔട്ടിൽ തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ വോല്യൂം നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു വോല്യൂം ഓൾറെഡി എൻ്റർ ചെയ്ത് ഇവിടെ ഒരു വോല്യൂം ഉണ്ട്, ഇവിടെയും വോല്യൂം ഉണ്ട് കുറച്ച്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം കൂടി വന്ന കുറച്ച് അത്യാവശ്യം ഒരു വോല്യൂമാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വോല്യൂം വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ ഓവറോൾ പ്രൈസ് സ്ട്രക്ചർ ബുള്ളിഷാണ്. ഓക്കെ, ചെറിയൊരു SL വെച്ചിട്ട് ഈ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ലോ SL വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാം, ഈസിലി എൻ്റർ ചെയ്യാം. ജെന്വൻ ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജെന്വൻ ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഈസിലി നമ്മൾ ടാർഗറ്റ് തരും. ഓക്കെ, ജെന്വൻ ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ അത് ഈസിലി നമ്മൾ ടാർഗറ്റ് തരും. സിംഗിൾ ഡേയിൽ തന്നെ നമ്മുടെ ഇത്രയ്ക്ക് ടാർഗറ്റ്സ് തരാറുണ്ട്. 8 to 10% ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. 8 to 10% നമ്മളെ സിംഗിൾ ഡേയിൽ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. ഓക്കെ, സോ സ്റ്റോക്കിൻ്റെ പേര് മറക്കരുത്, എലംബിക് ഫാർമ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ ടാർഗറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ആണ്. ആക്ച്വലി സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് സ്ട്രക്ചറിലാണ് ഈ സ്റ്റോക്ക്. കാരണം നമ്മുടെ ഇവിടുന്ന് നോക്കുവാണെങ്കിലുണ്ടല്ലോ, ഇവിടുന്ന് ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേണിൻ്റെ കണ്ടോ, ഇതിങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഒരു ചാനൽ ഫ്ലാഗ് ഓൺ പോൾ എന്ന് പറയാം. ഈ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക്ഔട്ടാണ് ഇത് ശരിക്കും ആയത്. ഇപ്പോൾ സോ വീണ്ടും ഒരു ഹൈ അടിച്ചിട്ട് വീണ്ടും താഴേക്ക് വന്നു. ഈ ഒരു ഹൈയുടെ അടുത്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിയത്. സോ ജേർണി ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സോ നമുക്ക് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ, കാരണം ആക്ച്വലി ഫാർമ സെക്ടർ യൂഷ്വലി നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഓർ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ, ബാഡ് ന്യൂസ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇത് ഇവിടെ നിന്ന്. സോ ഇതിൻ്റെ അബവ് വേറൊരു ടാർഗറ്റ് 1570 കണ്ടോ, 1570 ആണ് വേറെ ഫുൾ ആൻഡ് ഫൈനൽ ടാർഗറ്റ് എന്ന് വെച്ചോ കേട്ടോ. അത് ഫുൾ ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആയിരിക്കുള്ളൂ നമ്മളത്.
അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു ലെഗിൻ്റെ ഫുൾ ഈ അടിച്ച ഹൈ നേരത്തെ അടിച്ച ലോ ഈ ഒരു ഫുൾ ലെഗിൻ്റെ കാരണം ഇപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ഈ ലോ നോക്കി ജസ്റ്റ് ഈ ഒരു ലോ ദെൻ ഈ ഒരു ഹൈ പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നിട്ട് എവിടെ നിന്ന് എടുക്കുന്നു? 0.5% നമ്മുടെ ആ ഒരു ഏരിയ, റൈറ്റ്? നമ്മുടെ ആ ഒരു ഏരിയ അവിടെ നിന്നാണ് ഇവർ പ്രൈസ് മേളിലേക്ക് കയറ്റി കൊണ്ടുപോകാം. സോ ആരാണ് ഇതിനകത്ത് കൂടുതൽ ആക്റ്റീവ്? ബുൾസ് ആണ്. ഓക്കെ, ബിയേഴ്സ് ആക്റ്റീവ് ആണെങ്കിൽ പ്രൈസ് താഴെ വരെ കൊണ്ടുവന്നേനെ, പിന്നെ ആയിരിക്കും പിന്നെ കൺസോളിഡേഷൻ അങ്ങനെയൊക്കെ. ബട്ട് ഇതിനകത്ത് ബുൾസ് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു പ്രൈസിൻ്റെ 50%, 0.5 എന്ന് പറഞ്ഞാൽ 50%. സോ ഒരു പ്രൈസ് 0 to 100 വരെ പോയി, 100 വരെ പോയിട്ട് ഒരു 50 rupees വരെ വന്നിട്ട് പിന്നെ വീണ്ടും അവർ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ബുൾസ് ആക്റ്റീവാണ്, അവിടെ പ്രൈസ് താഴേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ ട്രാക്ക് ചെയ്യുക നന്നായിട്ട്. ഇത് എൻട്രി എടുക്കുകയാണെങ്കിൽ ചെറിയ എസ് എൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ. കാരണം ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് തരാറുണ്ട് യൂഷ്വലി. ഓക്കെ, സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.